വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ കൈകൂപ്പി നിർത്തിയ സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ വാർത്ത അറിഞ്ഞു കാണുമല്ലോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 കുട്ടികൾ സ്പെഷ്യൽ ക്ലാസ്സിന് ശേഷം വീട്ടിലേക്ക് പോകാൻ ബസ്സിൽ കയറാൻ സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് സംഭവം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ആ കുട്ടികളെ ബസ്സിൽ കയറ്റാതെ അവരെ വഴക്ക് പറഞ്ഞ് അയാൾ മാറ്റി നിർത്തി. എന്നിട്ട് ബസ് പുറപ്പെടുമ്പോൾ കയറിയാൽ മതി എന്ന് പറഞ്ഞു. പാവം കുട്ടികൾ വരിയായി മാറി നിൽക്കുന്നത് ആ വീഡിയോയിലുണ്ട്. കാണുമ്പോൾ കഷ്ടം തോന്നും. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്ന കുട്ടികളാണ്. വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ്സും കഴിഞ്ഞ് വിശന്ന് കുഴഞ്ഞ് വരുന്ന ആ കുഞ്ഞുങ്ങളോട് കുറച്ച് ദയൊക്കെ ആകാം. ബസ് പുറപ്പെടുമ്പോൾ 4 കുട്ടികളെ മാത്രം കണ്ടക്ടർ ബസ്സിൽ കയറ്റിയിട്ട് ബാക്കി കുട്ടികളെ കയറ്റിയില്ല. അതിലൊരു കുട്ടി കൈകൂപ്പി അപേക്ഷിച്ചെങ്കിലും അയാൾ അവരെ കയറ്റാൻ തയ്യാറായില്ല. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കാര്യമായി. ആ കണ്ടക്ടറുടെ ലൈസൻസ് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് അങ്ങ് സസ്പെൻഡ് ചെയ്തു. അതോടൊപ്പം കണ്ടക്ടർ നിർബന്ധിത ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന ഉത്തരവും വന്നു. കൂടാതെ പെർമിറ്റ് ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും കൊടുത്തു. ഇതല്ല ഈ വാർത്തയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ കുട്ടിയുടെ പ്രതികരണമാണ്. കുട്ടികളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുക്കന്മാർ എന്ന് ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ് എന്ന രീതിയിലുള്ളതായിരുന്നു ആ 10ാം ക്ലാസ്സുകാരൻ്റെ പ്രതികരണം. തനിക്ക് നേരിട്ട അപമാനത്തിന് പകരമായി ആ കണ്ടക്ടറെ ശിക്ഷിക്കരുത് എന്നും ആ ചേട്ടനും ഒരു കുടുംബമുണ്ടെന്നും കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ താൻ ഫുൾ ടിക്കറ്റ് എടുത്ത് പോയേനെ എന്നുമാണ് ആ കുഞ്ഞ് പറഞ്ഞത്. ആ കുട്ടിയുടെ ആ വകതിരിവ് പോലും മുതിർന്ന ആ കണ്ടക്ടർക്ക് ഇല്ലാതെ പോയി. അവൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ തോറ്റുപോകുന്നതാരാ? നമ്മൾ മുതിർന്നവരല്ലേ. ഇത്രയും വിശാലമായ ഒരു മനസ്സ് ഇന്നത്തെ എത്ര മുതിർന്നവർക്കുണ്ട്? ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് മുമ്പിൽ കൈകൂപ്പാനേ നമുക്ക് പറ്റൂ. ഈ സംഭവത്തിൽ ആ ഒരു കണ്ടക്ടറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ദിവസേന ആയിരക്കണക്കിന് കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. ആ പറയുന്ന കണ്ടക്ടർക്കും മക്കളൊക്കെ കാണില്ലേ? അവരും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ സ്കൂളിൽ പോകുന്നത്? അതോ അവർക്കും സ്വന്തമായി വണ്ടിയൊക്കെ ഉണ്ടോ? ആർക്കറിയാമല്ലേ. എന്തായാലും ഇങ്ങനെയൊന്നും കുട്ടികളോട് കാണിക്കരുത്. വൈകുന്നേരം മുതലാളിക്ക് കൊടുക്കേണ്ട കാശിൻ്റെയും ലാഭത്തിൻ്റെയും കണക്ക് നോക്കാതെ കുട്ടികളോട് അല്പം കരുണ കാണിക്കാനൊക്കെ പറ്റണം. പണ്ട് നമ്മളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതല്ലേ ഇത്. അന്നൊന്നും ക്യാമറ ഇല്ലാതിരുന്നത് കൊണ്ട് ആരും അറിയുന്നില്ലെന്ന് മാത്രം. ഇന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ വീഡിയോ എടുത്ത് ഇട്ടതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. അയാളുടെ ആ പ്രവൃത്തിക്ക് ഒരു അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇതുപോലെയുള്ള കുറച്ചാളുകൾ നമ്മുടെ സമൂഹത്തിൽ വേണമല്ലോ. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതുപോലെയുള്ള കർശന നടപടികൾ എടുക്കണം. അതുമാത്രമല്ല, വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് ബസ് ജീവനക്കാർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് നൽകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.